ഇത് പണ്ടാരോടെ ഇത് ഇത്ര നേരോട്ട് ഒരു പൊതി പോലും വിറ്റിട്ടില്ല. ഇങ്ങനെ പോയ ഈ ലോഡൊന്നല്ല, ഒരു ലോഡും നമുക്ക് സെറ്റാക്കാൻ പറ്റില്ല. ഇത് അവന്മാർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത സെറ്റാക്കാൻ വേണ്ടി. ഞാൻ എന്ത് സാധനം കയ്യിലില്ലേ? സാധനം കയ്യിലുണ്ട്. എടാ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. പോലീസുകാരും നാട്ടുകാരും ഒറ്റ കെട്ടാറ്റ് ഇറങ്ങിയിരിക്കുകയാണ്. പെട്ടു പോയോണ്ടല്ല തീർന്നിട്ടാ മോനെ. സൂക്ഷിച്ചും കണ്ടു നിൽക്കുക. ഹലോ, എന്താണ് പോലെ പേരെന്താ? വിഘ്നേഷ്. നിന്റെ പിള്ളേർക്കൊരു മിഠായി വേണം. മിഠായി വേണം? ആ കഴിക്കാൻ പറഞ്ഞോ. വാടാ. എന്താടാ വിളിക്കണേ? എന്താ പേരല്ല രണ്ടുപേര്? ആഹാ, അടിപൊളി പേരൊക്കെയാണ്. ക്ലാസ്സിലേക്ക് പോയാ? എന്നാണ്ട് ഇന്ന് നമ്മുടെ കൂട്ടുകാരന്റെ ബർത്ത്ഡേ ആണ്. ഒരു മിഠായി കൊടുക്കും നമ്മളെ ബർത്ത്ഡേ ഒക്കെ ആകുമ്പോ അങ്ങനെ നിനക്ക് കാണാം. നമ്മുടെ പിള്ളേരല്ലേ, നമ്മളത് കാണാം. ഓക്കെ, നമ്മളുടെ ഉണ്ടാവും. ഓക്കെ, ഞങ്ങളേ വൈകിട്ട് ഇവിടെ ഉണ്ടാവൂട്ടാ. മിഠായി വെച്ചിട്ട് ഇനി വേണോ? നാളെ മിഠായി തരാം. ഓക്കെ. ഏറ്റുപിള്ളേ. Repeated lines in this poem. Which are the lines repeating in this poem? Troubled water, I'll lay me down. I will ease your mind is repeated. That two lines are it, and we can call it. Which are the lines repeated in this poem? Like a bridge over the troubled water, I will lay me down. He told. What is refrain? What is refrain? Hey, what's refrain? Why are you sleeping in the class? എന്താ ഉറങ്ങുന്ന? എന്താ മോനെ, കഴിച്ചില്ലേ ഒന്ന് രാവിലെ? മോനെ എന്താണ് ഉറങ്ങുന്നേ? ഷാരോൺ, ഒന്നും കഴിച്ചില്ലേ? കുഞ്ഞുങ്ങൾ വല്ലാണ്ടിരിക്കുന്നല്ലോ. മക്കളെ ഒന്നും കഴിച്ചില്ലേ നിങ്ങള്? ഇവർക്ക് രാവിലെ ഒരു ചേട്ടൻ വന്നിട്ട് മിഠായി കൊടുക്കുന്നുണ്ടായിരുന്നു. എവിടെ വെച്ച്? നമ്മുടെ സ്കൂളിന്റെ വാതിക്ക് വെച്ച്. നമ്മുടെ സ്കൂളിന്റെ വാതിക്ക്. എന്നോട് വേണമെന്ന് വെച്ച് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഇവരത് മേടിച്ച് കഴിച്ചു. ഇങ്ങനെയാ. അത് പിന്നെ അവർക്ക് എന്ത് പറ്റിയപ്പോ? അവരൊരു മയക്കം പോലെ തോന്നിച്ചു. പിന്നെ ഒരു ക്ലാസ്സിൽ വന്നിട്ട് അവര് കിടന്നുറങ്ങുമായിരുന്നു. മോനെ ഒന്ന് എക്സാമിനെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കാവോ? ഇവരെ ഓഫീസിലേക്ക് കൊണ്ടുവരണേ. ടീച്ചറെ അവരെ കൊണ്ടുവന്നിട്ടുള്ളൂ. ആ മക്കളെ ഇങ്ങ് കൊണ്ടുപോരേ അവരെ. എടാ മക്കളെ, എന്ത് പറ്റി? കണ്ണു തുറക്കടാ. എന്ത് പറ്റി? എന്ത് പറ്റിയതാ ഇവർക്ക്? ടീച്ചർ രാവിലെ രണ്ട് ചേട്ടന്മാര് ബൈക്കിൽ വന്നായിരുന്നു.
എന്നിട്ട് ഇവർക്ക് മിഠായി കൊടുത്തായിരുന്നു. എന്നോട് വേണമെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് വേണ്ടെന്ന് ഇവരത് മേടിച്ചു വെച്ചു. അടീപ്പിനെയാണ് ഇവര്. ആണോ? കണ്ടില്ലേ, നമ്മുടെ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരാണ്. അവരെ ചതിയിൽപ്പെടുത്തുന്ന കുറെ സാമൂഹ്യ വിരുദ്ധരാണ്. അവരറിയുന്നില്ല ഒരു തലമുറയാണ് അവരെ നശിപ്പിക്കുന്നതെന്ന്. ഇവരെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഈ ലഹരി പുതിയ തലമുറയെ കാർന്നു തിന്നുന്ന ഒരു മഹാവിപത്താണ്. ഇതിനെതിരെ നമുക്ക് ഒന്നിച്ചു പോരാടാം.